പാറ്റൂർ ഭൂമി കയ്യേറ്റ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ജേക്കബ് തോമസിനെതിരെ സർക്കാർ. ജേക്കബ് തോമസിനെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് സർക്കാർ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. മാധ്യമങ്ങളുടെ കയ്യടി നേടാൻ അന്വേഷണ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്നും സർക്കാർ അഭിഭാഷകൻ വ്യക്തമാക്കി. അതേസമയം പാറ്റൂരിൽ റിപ്പോർട്ട് നൽകിയ അന്വേഷണ ഉദ്യോഗസ്ഥന് വിവരമില്ലെന്ന് തോന്നുന്നില്ലെന്നും പി.സി. ജോർജ് പറഞ്ഞു. ADGP ജേക്കബ് തോമസിന്റെ വിശദീകരണ റിപ്പോർട്ടിനെ സർക്കാർ അഭിഭാഷകനും ഫ്ളാറ്റ് ഉടമയുടെ അഭിഭാഷകനും ലോകായുക്തയ്ക്ക് മുന്നിൽ വിമർശിച്ചു. കയ്യടി നേടാൻ റിപ്പോർട്ട് ചോർത്തി നൽകിയെന്നും വിമർശനമുയർന്നു. ADGPയുടെ വിശദീകരണ റിപ്പോർട്ടിൽ ലോകായുക്തയും അതൃപ്തി അറിയിച്ചു. റിപ്പോർട്ട് അനാവശ്യമായിരുന്നു. സീൽ ചെയ്ത കവറിൽ നൽകിയ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് കിട്ടിയതിലും ലോകായുക്ത അതൃപ്തി അറിയിച്ചു. റിപ്പോർട്ടിനെക്കുറിച്ചുള്ള മാധ്യമ വാർത്തകൾ തെറ്റാണെന്നും ലോകായുക്ത പറഞ്ഞു. മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനും തൽക്കാലം നോട്ടീസ് അയക്കേണ്ടതില്ലെന്നും ഉത്തരവിട്ടു. അമിക്കസ് ക്യൂറിയുടെ അഭിപ്രായം അറിഞ്ഞതിനു ശേഷം നോട്ടീസ് അയക്കുന്നത് പരിഗണിക്കും. അതേസമയം മുഖ്യമന്ത്രി, മുൻ ചീഫ് സെക്രട്ടറി ഭരത് ഭൂഷൺ, റവന്യൂ മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരുടെ പങ്ക് തെളിയിക്കുന്ന നോട്ട് ഫയലുകൾ ജേക്കബ് തോമസിന്റെ റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് വിവരം. റിപ്പോർട്ട് പുറത്തുവിടരുതെന്നും ലോകായുക്ത നിർദ്ദേശിച്ചു. 30 സെന്റോളം ഭൂമി അവിടെ സർക്കാർ പൊതുഭൂമിയുണ്ട് എന്ന് കണ്ടിരിക്കുന്നു. ഈ ലോകായുക്ത നിയോഗിച്ച ഏജൻസികൾ തന്നെ അന്വേഷിച്ച റിപ്പോർട്ടാണത്. അപ്പോൾ ആ റിപ്പോർട്ടിനെ നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. ആ പൊതുഭൂമി ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്ന സ്ഥലത്തും ഉൾപ്പെടെ ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് സുഗമമായിട്ട്. 12.25 സെന്റ് പുറമ്പോക്ക് പാറ്റൂരിലെ ഫ്ളാറ്റ് ഭൂമിയിലുണ്ടെന്ന് അഭിഭാഷക കമ്മീഷനും റിപ്പോർട്ട് നൽകി. കയ്യേറിയ 14 സെന്റ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ വാട്ടർ അതോറിറ്റി ഹാജരാക്കിയില്ല. കേസ് മാർച്ച് 27 വീണ്ടും പരിഗണിക്കും. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിന്റെ 4ാമത്തെ ചാനലായ കൈരളി അറേബ്യയുടെ ഉദ്ഘാടനം ഫെബ്രുവരി 13 അബുദാബിയിൽ നടക്കും. പ്രവാസി മലയാളികൾക്ക് മാത്രമായുള്ള പൂർണ്ണ ചാനലാണ് കൈരളി അറേബ്യ. ഒരു ജനതയുടെ ആത്മാവിഷ്കാരത്തെ പ്രവാസ ലോകം നെഞ്ചോട് ചേർത്തു. തികച്ചും സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ച പരിപാടികളിലൂടെ കൈരളി TV ഗൾഫ് ലോകത്തിന് പ്രിയങ്കരമായി. പിന്നീട് വാർത്താ ചാനലായ പീപ്പിളും യുവതയുടെ ചാനലായി VTVയും പിറവിയെടുത്തപ്പോഴും പ്രവാസികൾ നിറഞ്ഞ മനസ്സോടെ ഏറ്റെടുത്തു. കേരളത്തിന്റെ പുരോഗതിയിൽ നട്ടെല്ലായി നിൽക്കുന്ന പ്രവാസി മലയാളികൾ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ സജീവമായി ഇടപെടുന്നവരാണ്. പ്രവാസത്തിന്റെ ഹൃദയത്തുടിപ്പുകളെ തൊട്ടറിഞ്ഞ് കൈരളിയും പീപ്പിളും VTVയും നിലകൊണ്ടു. പ്രവാസികൾക്ക് വേണ്ടി മാത്രമായുള്ള പുതിയ ചാനലാണ് കൈരളി അറേബ്യ. പ്രവാസി മലയാളികൾക്കായി മലയാളം കമ്മ്യൂണിക്കേഷൻ്റെ സമ്മാനം. പ്രവാസികൾക്ക് മാത്രമായി ഒരു ചാനൽ, കൈരളി അറേബ്യ. ഈ വരുന്ന ഫെബ്രുവരി 13 അബുദാബി ആംഡ് ഫോഴ്സ് ക്ലബ്ബിൽ ഞാനടങ്ങുന്ന പ്രമുഖ താരനിര ചേർന്ന് പ്രവാസികൾക്കായി അവതരിപ്പിക്കുന്നു കൈരളി അറേബ്യ. പ്രവാസി മലയാളികളുടെ താൽപ്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയുള്ള പരിപാടികളായിരിക്കും കൈരളി അറേബ്യയിൽ പ്രാധാന്യം നൽകുക. ഫെബ്രുവരി 13 അബുദാബിയിൽ നടക്കുന്ന മെഗാ ഇവന്റോടുകൂടി കൈരളി അറേബ്യ നിങ്ങൾക്ക് മുന്നിലെത്തും. മലയാളികളുടെ ദൃശ്യാവബോധത്തെ മാറ്റിമറിച്ച മലയാളം കമ്മ്യൂണിക്കേഷൻസ് കുടുംബത്തിലെ പുതിയ അംഗത്തെ വരവേൽക്കാൻ പ്രവാസ ലോകം ഒരുങ്ങുകയാണ്. ടി ജമാലുദ്ദീൻ, ദുബായ്. ലുലു ഗോൾഡുമായി സഹകരിച്ച് റെയിൽവേ പാലക്കാട് ഡിവിഷൻ കോഴിക്കോട് സ്റ്റേഷനിൽ അഗതികൾക്കായി ബാറ്ററി കാർ അനുവദിച്ചു. വികലാംഗർക്കും പ്രായമായവർക്കും അനായാസം പ്ലാറ്റ്ഫോമിൽ സഞ്ചരിക്കുന്നതിനായാണ് ബാറ്ററി കാർ. ചടങ്ങ് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ഒരേ സമയം 4 പേർക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യം കാറിലുണ്ട്. നിലവിൽ 1ാം പ്ലാറ്റ്ഫോമിലാണ് ബാറ്ററി കാർ സൗകര്യം ലഭ്യമാക്കിയിട്ടുള്ളത്. മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്കും സൗകര്യം പിന്നീട് നടപ്പിലാക്കുമെന്ന് അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ മോഹൻ A മേനോൻ പറഞ്ഞു. സീനിയർ അഡീഷണൽ കൊമേഴ്ഷ്യൽ മാനേജർ PA ധനഞ്ജയൻ, ലുലു ഗോൾഡ് മാനേജർ U മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു. പാലക്കാട് ലക്കിടി സ്വദേശി കൊടുവണ്ട ബാലകൃഷ്ണൻ നായർ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. കൈരളി TV പ്രോഗ്രാം ഡയറക്ടർ സോമകുമാറിന്റെ അച്ഛനാണ്. സംസ്കാരം നാളെ രാവിലെ 11 മണിക്ക് പാമ്പാടി ഐവർ മഠത്തിൽ നടക്കും. അച്ചടി മാധ്യമങ്ങളുടെ വിശ്വാസ്യത തകർന്നിട്ടില്ലെന്ന് ഗവർണർ P. സദാശിവം അഭിപ്രായപ്പെട്ടു. പ്രഭാതരശ്മി മാസികയുടെ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. ഡോക്ടർ D. ബാബു പോളിന് മാസിക നൽകി ഗവർണർ പ്രകാശനം ചെയ്തു. മന്ത്രി ഷിബു ബേബി ജോൺ, പ്രഭാതരശ്മി എഡിറ്റർ ഷഹാൽ M. മുസ്ലിയാർ, B. രാമകൃഷ്ണൻ, TP ശ്രീനിവാസൻ, NK പ്രേമചന്ദ്രൻ, MP അബ്ദുൽ കരീം മുസ്ലിയാർ, റെസിഡന്റ് എഡിറ്റർ TK ജലാലുദ്ദീൻ മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു.
ബജറ്റ് അവതരിപ്പിക്കുമെന്ന കെ എം മാണിയുടെ പ്രസ്താവന കേരള സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. നാണമില്ലാത്തതുകൊണ്ടാണ് മാണി തൽസ്ഥാനത്ത് തുടരുന്നത്. ഇതിനേക്കാൾ നാണംകെട്ട മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടിയെന്നും പിണറായി വിജയൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ MV ജയരാജനെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. കോടിയേരി ബാലകൃഷ്ണനും ജയരാജനെ സന്ദർശിച്ചു. അതിനേക്കാളും നാണം കെട്ട ഒരു മുഖ്യമന്ത്രിയും കേരളത്തിലായിപ്പോയി. ഇതിൻ്റെ ഗതികേട് നമ്മുടെ സമൂഹം അനുഭവിക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്ത് തുറന്നുകൊണ്ട് പോകാൻ കഴിയുമെന്ന് ധരിക്കരുത്. അത് നമ്മുടെ സമൂഹം അനുവദിക്കാൻ പോകുന്നില്ല. ആ കാര്യത്തിലും ഗുരുതരമായ കണ്ടെത്തലുകളാണ്. പക്ഷേ അതിലൊന്നും തങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്ന മട്ടിലാണ് മുഖ്യമന്ത്രി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു പുതിയ സംസ്കാരം, നമ്മുടെ നാടിന് ചേരാത്ത ദുഷിച്ച സംസ്കാരം ഉണ്ടാക്കുന്നതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.